ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുറേ പഴയ സ്റ്റാമ്പ് കളക്ഷൻസ് ആണ്. അത് ഒരു ആൽബത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കലർന്ന് കിടന്നത് കൊണ്ട് പൊന്നും അച്ചുവും കൂടെ കൂടി അത് ഇനം തിരിക്കുകയാണ്. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉണ്ട്, കുറേ രാജ്യത്തിൻ്റെ ഉണ്ട് സ്റ്റാമ്പ് കളക്ഷൻസ്. പഴയതായിരുന്നു, അതിനെല്ലാം ഇനം തിരിച്ച് വെക്കുകയാണ് അവർ ഇനം തിരിച്ച് വെച്ചതിനെ ഞാനൊരു ചാർട്ടിലേക്ക് ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു ചാർട്ട് വരച്ച് അറേഞ്ച് ചെയ്ത് ഓരോന്നും ഓരോ സൈഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഓരോ സെക്ഷൻ കഴിയുന്നതനുസരിച്ച് നമ്മൾ ബാക്കി ഭാഗങ്ങൾ വരച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പല തരത്തിലുള്ള സ്റ്റാമ്പുകളുണ്ട്. അതിനെ ചിലതൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണ്, അപ്പോൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് ഓരോന്നും ഗം ഉപയോഗിച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഇനി ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് ഭാഗത്തിലേക്ക് മറ്റ് രാജ്യങ്ങളുടേതും കൂടി സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള സ്റ്റാമ്പുകളൊക്കെയാണ് നമ്മളുടെ കളക്ഷനിൽ കൂടുതലായിട്ടുള്ളത്. ഗാന്ധിജിയുടെ ഉണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉണ്ട്, ഡോക്ടർ BR അംബേദ്കറിൻ്റെ, ഭഗത് സിംഗ്, അടൽ ബിഹാരി വാജ്പേയി, സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് തുടങ്ങിയ പ്രമുഖരായ മഹാന്മാരുടെയൊക്കെ സ്റ്റാമ്പ്സ് നമ്മുടെ കളക്ഷനിലുണ്ട്. പിന്നെ ടൈഗറിൻ്റെ ഉണ്ട്, പിന്നെ ബുദ്ധമയൂരി, നമ്മുടെ ദേശീയ ശലഭമായ ബുദ്ധമയൂരിയുടെ സ്റ്റാമ്പ്സ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ല, ഇറ്റലിയുടെ സ്റ്റാമ്പ് കളക്ഷൻസ് ആണ്. ഇറ്റലിയുടെ ഉണ്ട് നമ്മളുടെ കൈവശം, അറബിൻ്റെ ഉണ്ട്, അമേരിക്കയുടെ ഉണ്ട്. അങ്ങനെ പല രാജ്യങ്ങളുടെ കളക്ഷൻസാണ് കാണുന്നത്. ഇത് ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളാണ്. അതിപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക്, നമ്മളുടെ മക്കൾക്ക് അത് ഉപകാരമാകുമല്ലോ എന്ന് കരുതി നമ്മളത് എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോഴാണ് നമുക്കിങ്ങനൊരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരാശയം വന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നായിരിക്കും. ഇതുപോലുള്ള കളക്ഷൻസൊക്കെ ഈ അവധിക്കാലത്ത് കുട്ടികളൊക്കെ ചെയ്യാൻ അവർക്കൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നമ്മൾ ആ ചാർട്ടിൽ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഒരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. ഇനി ഓരോന്ന് നമുക്കത് സൂം ചെയ്ത് കാണിക്കാം ഏതൊക്കെയാണ് കളക്ഷൻസ് എന്നുള്ളത്. ഇത് പലതരം കളക്ഷൻസ് ഉണ്ട്. കർഷകൻ്റേതുണ്ട്, ഇതാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഉണ്ട്. പിന്നെ അങ്ങനെ പലതരം സ്റ്റാമ്പുകൾ നമ്മളുടെ ഈ കളക്ഷനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാലോ, ഹോബികളുടെ രാജാവ് എന്നാണ് തന്നെ സ്റ്റാമ്പ് കളക്ഷനെ അറിയപ്പെടുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ കളക്ഷൻസൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കുടെ ഇടയിലാണ് ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും മൊബൈലിൻ്റെ ഉപയോഗം കൂടിയത് കൊണ്ടും കളികളിലേക്കൊക്കെ വേറുള്ള കളികളിലേക്കൊക്കെ ഇറങ്ങിയത് കൊണ്ടും ഇങ്ങനെയുള്ള കളക്ഷൻസൊക്കെ അവർ മറന്നു പോയിരിക്കുകയാണ്, ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തതാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കളക്ഷൻസൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് സ്റ്റാമ്പ് കളക്ഷൻ കൊണ്ട് ഒരുപാട് അറിവുകൾ ഇതുണ്ട്. ബുദ്ധമയൂരിയുടെ പിക്ചറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെയാണ് കേട്ടോ. നമ്മളുടെ ഇന്ത്യയുടെ ഒട്ടനവധി സ്റ്റാമ്പ് കളക്ഷൻസ് ഉണ്ട്. വാജ്പേയി, അങ്ങനെ മഹാന്മാരുടെ ശിശുദിന സ്റ്റാമ്പുകൾ, അങ്ങനെ പല തരത്തിലുള്ള സ്റ്റാമ്പുകൾ നമ്മളുടെ ഈ ശേഖരണത്തിലുണ്ട്. പിന്നെ ഇതാണ് അയൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പ് കളക്ഷൻസ്. അത് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നീട് ഇപ്പോൾ ഈ അടുത്തിടയ്ക്കൊന്ന് ശേഖരണം കുറവായതുകൊണ്ടാണ് ഇത്രയും കൊണ്ടായത്. ഇനി നമ്മൾ ഈ കളക്ഷൻസ് തുടരുന്നതായിരിക്കും, അത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അത് ഓരോ കുട്ടികളും ഒരാൾക്കെങ്കിലും ഇങ്ങനെയുള്ള കളക്ഷൻസൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. കണ്ട നല്ല നല്ല കളക്ഷൻസൊക്കെയാണ് ഇവിടെ വരുന്നത്. കുറേയൊക്കെ പഴയതായതുകൊണ്ട് തന്നെ അത് കുറേയൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. എങ്കിൽ കൂടിയും കുഴപ്പമില്ലാതെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പഴയ ഡയറികളൊക്കെ പൊടി തട്ടി എടുത്തപ്പോൾ കിട്ടിയതാണിത്. ഇങ്ങനെയുള്ള വേറെ കുറച്ച് കളക്ഷൻസ്, കുറച്ച് കോയിൻസ് കളക്ഷൻസും കൂടെ നമ്മളുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.
ബുദ്ധമയൂരി, നമ്മുടെ ദേശീയ ശലഭമാണ് ബുദ്ധമയൂരി. അതിൻ്റെ പിക്ചർ കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പൊന്നൂന് ഞാൻ കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ എനിക്കിത് വെച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ അവളെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണേ. പൊന്നൂന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കളക്ഷൻസിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള കുറേ വീഡിയോസുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.